ഹലോ, നമസ്കാരം. കറുപ്പ് എന്താണ് അവസ്ഥ? നിങ്ങളെല്ലാരും പടം കണ്ടോ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയത്? എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങള്? പറയൂ. ഞാന് എന്റെ കറുപ്പിന്റെ ഒപ്പീനിയൻ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോന്റെ അകത്ത് ഞാൻ ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് സംസാരിച്ചത്. കാരണം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാര്യം, ഒന്നാമത്തെ കാര്യം, സൂര്യനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പടം കഴിഞ്ഞ് വീട്ടിൽ വന്ന ഉടനെ ക്യാമറയും ഓണാക്കി വെച്ചിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സൈറ്റ്മെന്റ് അതിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി കുറച്ച് ശാന്തമായിട്ടൊരു വീഡിയോ ചെയ്യാം. അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണ് ഇത്. കറുപ്പ്. വീണ്ടും ഞാൻ പറയുന്നു, കിടിലം പടം, കിടിലം പടം. സത്യസന്ധമായി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിന്റെ ടീസറും ട്രെയിലറും ഒക്കെ വന്ന സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ആഗ്രഹമുണ്ട് ഇതൊരു ഗംഭീര സിനിമയായിരിക്കണം. അറ്റ്ലീസ്റ്റ് ആസ് എ പ്രേക്ഷകൻ എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിനിമയായിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രതീക്ഷ വെച്ചിട്ടില്ല. കാരണം കങ്കുവയും റെട്രോ ഒക്കെ അങ്ങനെ വെച്ച് പോയിട്ട് ഭയങ്കര വിഷമമായി. അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു പ്രതീക്ഷ ഇല്ലാതെയാണ് ഞാൻ കേറിയത്. പക്ഷെ പട്ടം തുടങ്ങിയപ്പോ തൊട്ട് തന്നെ എനിക്കിതിന്റെ മൂഡ് മൂഡ് ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ അങ്ങോട്ട് ഇന്നായി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് സുഖമായി കണ്ട് രസിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സീരിയസ്ലി, ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നൊന്നുമല്ല. ആസ് എ പ്രേക്ഷകൻ ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. സി, ഇത് ഭയങ്കര കഥ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ഇങ്ങനെയൊന്നും അല്ല പറയുന്നത്, മനസ്സിലായ? ഇതൊരു എന്താ പറയാ, ഫാന്റസി പടമാണ്. ഫാന്റസിയാണ്, ആക്ഷൻ ഫാന്റസി, ചെറിയ കോമഡി പരിപാടികളൊക്കെ ആയിട്ട് ചെയ്തു വെച്ചൊരു പടമാണ്. കൊമേഴ്ഷ്യൽ, പക്ക കൊമേഴ്ഷ്യൽ സാധനമാണ്. ഇതിനെ സീരിയസ് ആയിട്ടൊന്നും അപ്രോച്ച് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഭയങ്കര ആർട്ടായിട്ടൊന്നും അപ്രോച്ച് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇതിനെ വളരെ കാഷ്വൽ ആയിട്ട് ആണ് പേഴ്സണലി ഞാൻ കണ്ടത്. ഞാനത് ആ രീതിക്ക് തന്നെയാണ് എൻജോയ് ചെയ്തത്. സൂര്യയുടെ ആ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ദൈവമാണ് പുള്ളിക്കാരൻ. ഹിസ് എ ഗോഡ്. പിന്നെ ഗോഡിന്റെ കളികളാണ്, അതിന് അതിൻ്റെതായ രസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊരു എന്തൊരു ഗെറ്റപ്പാ ഉള്ളി ഇതിന്റെ അകത്ത് കാണാൻ. അപ്പോ എന്താ ലുക്ക്! ആ ക്ലോസ് ഷോട്ടൊക്കെ വെക്കുന്ന സമയത്ത് മൂപ്പരുടെ മുഖത്തിന്റെ ഒക്കെ ഒരു പവറേ, ആ കണ്ണിന്റെ ഒക്കെ ഒരു പവറ്, അമ്മാതിരി ഓറ. ഇതിന്റെ അകത്തും പക്ക ദൈവത്തിന്റെ സെറ്റപ്പിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഗോഡാണ്. ഇതിന്റെ സെറ്റപ്പ്, ഇതൊരു ഫാന്റസി സെറ്റപ്പ് ആണെന്നുള്ളത് തുടക്കം തന്നെ നമുക്ക് കയറാൻ വേണ്ടി കഴിയണം. കയറാൻ വേണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ഗെറ്റപ്പും ആ സീൻസും ഒക്കെ ആർ ജെ ബാലാജി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ആർ ജെ ബാലാജിയുടെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ട്രെയിലർ റിയാക്ഷനിൽ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് അത്ര ഗുമ്മ തോന്നിയില്ല. അതായത് ആ ട്രെയിലറിൽ കണ്ട സമയത്ത് ഒക്കെ ഇത് വില്ലനാണ്, സൂര്യയുടെ ഓപ്പോസിറ്റ്, ഇങ്ങനൊരു ഫീൽ ആയിരുന്നു എനിക്ക്. പക്ഷെ പടം കണ്ട സമയത്ത് ആ ഒരു തെറ്റിദ്ധാരണയും മാറി. കാരണം ആർ ജെ ബാലാജി പക്കയായിരുന്നു ആ ക്യാരക്ടറിന്. കാര്യം, നൈസായിട്ട് മൂപ്പര് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര പവർ, അങ്ങനെ ഒരു വില്ലൻ. ഇതൊരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയാ, ചെറിയ വില്ലനാണോ വെച്ചാൽ വില്ലനാണ്, പക്ഷെ ഒരു പ്രത്യേക ടൈപ്പ് ഒരു വില്ലനാണ്. അത് ബാലാജി സെറ്റാ. ബാലാജി സെറ്റാണ്. കോർട്ട് റൂമിലുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് അത് കുറെ ആൾക്കാർക്ക് അപരാധമായിട്ടൊക്കെ തോന്നും. പക്ഷെ ഇതിന്റെ അകത്തേക്ക് ഇന്നായിട്ടുള്ള ആൾക്കാർക്ക്, ഞാൻ പറഞ്ഞല്ലോ, അത് ഓരോരുത്തരും വ്യക്തിപരമാണ്, ഇന്നാവുന്നു ഇന്നാവാതിരിക്കുന്നൊക്കെ. ഇന്നായിട്ടുള്ള ആൾക്കാർക്ക് അതെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് 100% ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിന്റെ അകത്തുള്ള ലാസ്റ്റത്തേക്ക് സീനൊക്കെ ഉണ്ട്, സൂര്യയുടെ താണ്ഡവം. അതായത് ദൈവമാണേ, ദൈവമാണ്. അപ്പൊ അത് അത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു രീതി, അത് സൂര്യ പെർഫോം ചെയ്തിരിക്കുന്നത് അത് കിടലായിരുന്നു, കിടലായിരുന്നു. അത് എത്ര ആൾക്കാർക്ക് വർക്ക് ആയിട്ടുണ്ടെന്നുള്ളതൊന്നും ഐ ഡോണ്ട് നോ. പക്ഷെ ആസ് എ പ്രേക്ഷകൻ ഞാൻ അവിടെ കാണുന്നത് സൂര്യ സൂര്യയുടെ പെർഫോമൻസ് ആണ് ഞാൻ അവിടെ കാണുന്നത്. ആ ക്യാരക്ടറിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. അതായത് ആ ഒരു ഫാന്റസി വേൾഡില്, ആ ഒരു കാറ്റഗറി, ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു സിനിമയ്ക്കകത്തുള്ള സൂര്യ ചെയ്ത ആ ക്യാരക്ടറിനോട് ആ പെർഫോമൻസിലൂടെ നീതി പുലർത്തി എന്നാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഓവറോൾ ഈ പടം കത്തിയിട്ടുണ്ട്. നെഗറ്റീവ് വരുന്നുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. പക്ഷെ ഓവറോൾ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുണ്ട്, നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ആരെയും ഇഷ്ടപ്പെടാത്തവരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇഷ്ടപ്പെട്ടവരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കൊമേഴ്ഷ്യൽ സ്റ്റഫ് എന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്.
എത്ര ആൾക്കാരുണ്ട്. ഞാൻ ഷസാമിന്റെ റിവ്യൂ കണ്ടു, മൂപ്പരൊക്കെ ആ രീതിയിലാണ് എൻജോയ് ചെയ്തിരിക്കുന്ന പടം. അതേപോലെ ഇൻഷോട്ട് മല്ലു എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, സുഹൃത്താണ്, പുള്ളിയുടെ വീഡിയോ കണ്ടു, അതേപോലെയാണ് പുള്ളിയും എൻജോയ് ചെയ്തിരിക്കുന്നത്. ഈവൻ ഞാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൊമേഴ്ഷ്യൽ എന്നുള്ളൊരു സെറ്റപ്പിലാണ് ഞാനൊക്കെ എൻജോയ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൂര്യനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, പക്ക ഫാൻസിനാണെന്നുണ്ടെങ്കിലൊക്കെ പുള്ളിനെ ഇങ്ങനെ കണ്ടിരിക്കാനും അല്ലെങ്കിൽ പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ കാണാൻ അവര് എൻജോയ് ചെയ്യും. ഞാനടക്കം അങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ടാവൂല്ലേ ഒരു ഇമോഷണൽ, ഒരു പേഴ്സണൽ സാധനം ആക്ച്വലി ഉണ്ടാവത്തില്ലേ ആസ് എ ഫാൻ. എത്ര നാളായി മര്യാദയ്ക്ക് ഒരു പടം വന്നിട്ട്? എത്ര നാളായി? ലാസ്റ്റ് വന്നത് ഏതാ തിയേറ്ററിൽ ഇറങ്ങിയത്? ഇതർക്കും ദുരന്തവനാണ്. ബാക്കി വന്നതൊക്കെ പൊട്ടി. ഇത് മാത്രമല്ല, ഊക്കും വാങ്ങി. വേറെ ഇപ്പൊ ഞാനൊക്കെ സൂര്യഫാനാണെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ തൊലിഞ്ഞ പടത്തിൽ നിന്ന് ന്യായീകരിക്കാൻ നിന്നിട്ടില്ല. റെട്രോനെയൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. കങ്കുവയൊക്കെ ആണെങ്കിൽ ഞാൻ ഭയങ്കര ശോകമായിട്ട് തന്നെയാണ് ഇരുന്ന് പറഞ്ഞത്, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് മെഴുകേണ്ട കാര്യമൊന്നുമില്ല. അത് രണ്ട് പടങ്ങളും എനിക്ക് വിമർശിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പടം ഇരുന്ന് അങ്ങോട്ട് വിമർശിച്ച പോലെ. പക്ഷെ ഇത് എനിക്ക് ജെനുവിൻലി വർക്ക് ആയതുകൊണ്ട് ഞാൻ ഇത് അത്രയും കാര്യമായിട്ട് തന്നെ സംസാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് സൂര്യയുടെ ഈ പടത്തിലെ സക്സസ് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലാണ്. എനിക്ക് മാത്രമല്ല, സൂര്യ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഫാൻസിനും ഒക്കെ ഇതൊരു പേഴ്സണൽ സംഭവം തന്നെയാണ്. യെസ്, എഗ്രി ദ ഫാക്ട് ദാറ്റ് നമ്മുടെ കേരളത്തിൽ കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ഓക്കെ, ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഇവിടെ ഇപ്പോ പോസിറ്റീവ് പറഞ്ഞ ആൾക്കാരുടെ കമന്റ് ബോക്സിലൊക്കെ ഞാൻ കണ്ടതാണ്. ഷസാമിന്റെ ഒക്കെ വീഡിയോന്റെ താഴെ ഞാൻ കണ്ടായിരുന്നു. നിങ്ങള് ഞാൻ കണ്ട പടം തന്നെയല്ലേ കണ്ടത്? എനിക്കെങ്ങാനും പടം മാറിയതാണോ? നിങ്ങൾ ഇങ്ങനെയൊക്കെ പോസിറ്റീവ് പറയുന്ന പോലെ ഒന്നും എനിക്ക് തോന്നിയില്ലല്ലോ എന്നാണ് കമന്റ് ബോക്സിൽ ചില ആൾക്കാരുടെ കമന്റ്. എനിക്ക് പറയാനുള്ളത്, ഈ ഞാൻ ആരാ? ഈ ഞാൻ എന്ന് പറയുന്ന ആരാ? ഏതെങ്കിലും കൊമ്പത്തിരുന്നിട്ട് എല്ലാം തീരുമാനിക്കുന്ന വല്ലവരും ആണോ? ഏഹ് കണ്ടതെല്ലാവരും ഒരേ പടം തന്നെ. അത് ഓരോ ആൾക്കാർക്ക് ഡിഫറെന്റ് ടേക്സ് ഉണ്ടാവും. ഡിഫറെന്റ് മൂഡിൽ ഇരുന്ന് കാണുന്നു, ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ടേസ്റ്റ് ഉള്ളവരാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ മലയാളി പൊളിയാണ് അല്ലെങ്കിൽ 100% ലിറ്ററസി എന്ന് വെറുതെ ഡയലോഗ് അടിച്ചിട്ട് എന്താണ് വലിയ ആളായിട്ട് കാര്യമൊന്നുമില്ല. അത് പേഴ്സണാലിറ്റിയിൽ കാണിക്കണം. ഇത് എല്ലാം ഞാൻ എല്ലാവർക്കും അഭിപ്രായം ഉണ്ട്, അത് എല്ലാവരും പറയും. ദാറ്റ്സ് ഇറ്റ്. ഇഷ്ടപ്പെടാത്തവരും അങ്ങനെയും പറയും, ഇഷ്ടപ്പെട്ടവർ ഇങ്ങനെയും പറയും. അപ്പൊ അതിനെ ആ രീതിക്ക് എടുത്ത് വിടുക എന്നുള്ളത് മാത്രമേ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഞാൻ വീണ്ടും പറയുന്നു, കറുപ്പ് ഫോർ മീ ഇറ്റ്സ് എ നൈസ് മൂവി. രസമല്ലേ? അതാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നാവാൻ പറ്റാത്തവരെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷെ ഇന്നായി കിട്ടുന്ന സമയത്ത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഒരു 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 എന്താ പറയാ, ഒരു രസകരമായ ഒരു സൈഡ് ഉണ്ട്. മനസ്സിലായി? തിയേറ്ററിലൊക്കെ ഇരുന്നിട്ട് അത്തരത്തിലുള്ള പടങ്ങൾ കാണുമ്പോൾ ഇന്നായി കഴിഞ്ഞാൽ നമുക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റും. ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പടങ്ങളുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇന്നായില്ലെങ്കിൽ അവരതാവും ചെയ്യും. അതാണ് ഇതിന്റെ ഒരു രസം. പിന്നെ ഇന്ദ്രൻ സേട്ടന്റെ ക്യാരക്ടറൊക്കെ ഉണ്ട്. കിടിലൻ ക്യാരക്ടറാണ്. പുള്ളി നൈസായിട്ട്, മോനെ ആളൊക്കെ എന്ത് ആക്ടറാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്തൊരു സീനൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടു നോക്ക്, മനസ്സിലാവും. മൂപ്പര് ഇമോഷണൽ ആവുന്ന ഒരു സീനൊക്കെയാണ്. കിട്ടില്ല. അതേപോലെ തന്നെ മോളായിട്ട് അഭിനയിച്ചവരാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ലിയോന്റെ റെഫറൻസ് ഒക്കെ എനിക്ക് വർക്കായിട്ടുണ്ട്. കിടിലൻ സാധനമൊക്കെയായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഈ സിനിമയെ കുറിച്ചിട്ട് എനിക്ക് വളരെ ശാന്തമായിട്ട് പറയാനുള്ളത്. ഇത് ഇസ് എ മൂവി, കറുപ്പ്. ഇതിനെയൊക്കെ ഭയങ്കര ആർട്ടായിട്ടും അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല, വർക്കാവില്ല. അത് ഞാൻ അങ്ങനെ ഇരുന്ന് കാണുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ. വ്യത്യസ്തരായ മനുഷ്യന്മാരാണ്, അപ്പം നമ്മളെല്ലാവരും. അപ്പം അങ്ങനെ ഒരു മൂഡില് ഉള്ള ഒരാളാണ് ബേസിക്കലി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പടങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും പ്രശ്നമായിരിക്കും. ലോജിക്ക് പ്രശ്നമായിരിക്കും, അതിൻ്റെ അകത്തുള്ള സീനുകൾ പ്രശ്നമായിരിക്കും. ഇപ്പൊ ഇതിന്റെ അകത്ത് കോർട്ട് റൂമിൽ നടക്കുന്ന സാധനങ്ങള്, ആ ജഡ്ജി ആയിട്ട് ചെയ്ത മൂപ്പര്, ഇത് എവിടുത്തെ കോർട്ടാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, എവിടുത്തെ കോടതിയാണെന്നുള്ളത് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ആ ചിന്തിക്കുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ളത്. പക്ഷെ ഇത് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കോടതി ഇല്ല, ഓക്കെ, ഉണ്ടാവില്ല. പക്ഷെ ഇതൊരു ഫാന്റസി എന്ന് പറയുന്ന ഒരു ജോണറാണ്. അപ്പൊ അതിന്റെ അകത്ത് എന്താ പറയാ, ജോണറിൻ്റെതായിട്ടുള്ള രീതിയിൽ മേക്ക് ചെയ്ത് വെച്ച ഒരു കോടതിയും സെറ്റപ്പും ആൾക്കാരും ഒക്കെയാണ് അത്.
അത് നമ്മളൊരു പടം കാണാൻ വേണ്ടി പോകുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടാണ് നമ്മൾക്ക് ഇത് ഇന്നാവാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ പറ്റി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോടതി ലോജിക്കും അവിടെയുള്ള ആളുകളുടെ ലോജിക്കൊന്നും വിഷയമേ ആവില്ല എന്നുള്ളതാണ്. ഇപ്പോ ഷാസൊക്കെ എന്താ പറയാ അതിന്റെ അകത്തുള്ള ലോജിക്കോ ഉണ്ണാക്കോ അല്ലെങ്കിൽ അതൊന്നും നോക്കിയിട്ട് ഇരുന്ന് കണ്ടതല്ല. സുഹൃത്താണ്, അറിയാം. നമ്മൾ സംസാരിച്ചതാണ് അതിനെ കുറിച്ചിട്ട്. അപ്പോ പുള്ളിയൊക്കെ ഇതൊരു കൊമേഴ്ഷ്യൽ പടം എന്നുള്ള രീതിയിൽ ജാളിയായിട്ട് ഇരുന്ന് കണ്ടതാണ്. ഞാൻ പറഞ്ഞത് പുള്ളി പോസിറ്റീവ് പറഞ്ഞതുകൊണ്ട് പുള്ളിയുടെ കാര്യം ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പൊ വേറെ എന്താ പറയാ, അപ്പൊ ഞാൻ എനിക്കാണെങ്കിലും അത് പുള്ളിയുടെ റിവ്യൂ ഭയങ്കരമായിട്ട് കണക്റ്റായി. ഞാൻ സംസാരിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പുള്ളിയും ഇരുന്ന് പറയുന്നത്. അപ്പോ ദാറ്റ്സ് ഇറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരൊക്കെ കുറെ ഒക്കെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല വീഡിയോസ് ഒന്നും. കാരണം വേണ്ട, നമുക്ക് നമ്മുടെ അഭിപ്രായം ഉണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. നമ്മൾ വേറെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ അഭിപ്രായം കേട്ട് നമ്മൾ അതിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ദാറ്റ്സ് ഇറ്റ്. ഇത്രേ പറയാനുള്ളൂ. കൂടുതൽ വരച്ച് കെട്ടിക്കൊണ്ടുപോകുന്നില്ല. എന്തായാലും ബുക്ക് മൈ ഷോയിൽ ഇപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് ബുക്കിംഗ് നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പടങ്ങൾക്ക് സക്സസ് റേറ്റ് ഉണ്ടെന്നേ. അതായത് അത്യാവശ്യം ആ ഒരു ഫാന്റസി അല്ലെങ്കിൽ അത്യാവശ്യം മൊമെന്റ്സ് ഉള്ള സിനിമകൾക്ക് അത്യാവശ്യം ആൾ കാണാൻ ഉണ്ടാവും. അപ്പൊ ഐ ഡോണ്ട് നോ ഇവിടെ ഏത് സ്ഥിതിയിലേക്ക് പോകുന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും തമിഴ്നാട്ടില് അത്യാവശ്യം നല്ല രീതിയിൽ ചില്ലാവും. കാരണം ഇടയ്ക്ക് ഇങ്ങനത്തെ മാസ് പരിപാടികളൊക്കെ നമ്മളും ഇപ്പൊ മലയാളികള് നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ മാസ് മസാല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ട നടന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ഒരു സാധനം കിട്ടുന്ന സമയത്ത് അത് എൻജോയ് ചെയ്തു എന്ന് മാത്രം. ഇപ്പോ റെട്രോ ഒന്നും അങ്ങനെ എൻജോയ് ചെയ്തിട്ടില്ല ഞാൻ. കങ്കുവ ഞാൻ അങ്ങനെ എൻജോയ് ചെയ്തിട്ടില്ല. എതിർക്കും തുന്നവൻ ഞാൻ ആ രീതിയിലേക്ക് കണ്ടിട്ടില്ല. സീരിയസ്ലി എനിക്ക് പക്ഷെ ഈ പടം എനിക്ക് സൂര്യയുടെ പെർഫോമൻസും ലുക്കും അതേപോലെ RJ ബാലാജി ഇതിന്റെ സെറ്റപ്പുകളൊക്കെ പ്ലേസ് ചെയ്ത ഒരു രീതിയും എനിക്ക് അതിൻ്റെ അകത്തുള്ള കുറെ എലമെന്റ്സ് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അകത്തുള്ള ഒരുപാട് മൊമെന്റ്സ് പുള്ളി ക്രിയേറ്റ് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. വെറുതെ തട്ടിക്കൂട്ടി വെക്കുക എന്നല്ല, ഒരു ജെനുവിൻ ആയിട്ട് ഓക്കെ ആൾക്കാരെ രസിപ്പിക്കാം അല്ലെങ്കിൽ ആൾക്കാരെ ഒന്ന് ചില്ലിയിക്കാം എന്നുള്ളൊരു ജെനുവിൻ എഫേർട്ട് ഉണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ എഫേർട്ട് RJ ബാലാജി ആണെങ്കിലും ഇട്ടിട്ടുണ്ട് കാര്യമായിട്ട് തന്നെ എല്ലാ രീതിയിലും. അപ്പോ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.